ഹലോ. അപ്പോൾ ഇന്ന് എനിക്ക് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. ഞാൻ പുറത്ത് പോകാൻ നിൽക്കുന്ന ഒരു ടൈമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു പാക്കേജ് വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. ഹെയറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ആൻഡ് മുടി കെട്ടാൻ പോകുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ പാക്കേജ് വന്നത്. ആൻഡ് നോക്കുമ്പം ഇതാണ് നമ്മുടെ മറ്റേ കിറ്റില്ലേ, ബാഗിൻ്റെ ഉള്ളിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു സംഭവമാണ്. എൻ്റെ കസിനുണ്ട്. എൻ്റെ കസിൻ്റെതാണ് ഈ ഒരു ആഷ് കളർ ആൻഡ് എൻ്റെതാണ് ഈ ഒരു ലാവൻഡറിൽ കുറച്ച് ഫ്ലവർ പ്രിൻസ് വരുന്നത് കേട്ടോ. അമ്മ പറഞ്ഞു വേഗം ഹറിയാക്ക്, നമുക്ക് പുറത്ത് പോകാണെന്ന്. സോ ഞാൻ ഏതായാലും വന്നിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പുറത്തൊക്കെ പോയി വന്നു. ഞാൻ വന്നിട്ട് മേല് കഴുകി ഒന്ന് നല്ലോണം ഫ്രഷായി. ആൻഡ് നമുക്കിനി നമ്മൾ ഈ കിവിനിന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ ഈ കിറ്റ് അൺബോക്സ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളർ പിങ്കും പേർപ്പിളും വൈറ്റും ആണ്. അതായത് വൈറ്റ് പേർപ്പിൾ, പിങ്ക് പേർപ്പിൾ, ആ ഒരു കളർ കോംബോ ഒക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. സോ ഞാൻ പിങ്ക് കളറിലുള്ളത് പിന്നെ ഈ യൂണിവേഴ്സിൻ്റെ ഒക്കെയാണ്. അത് എനിക്ക് ഭയങ്കര വലിയ രീതിയിൽ അങ്ങനെ താല്പര്യമില്ല. ഈ എർത്ത്, വീനസ്, അങ്ങനെ എന്താണ് ആ ഒരു പ്ലാനറ്റ്സിൻ്റെ ഒക്കെ ആയിട്ടുള്ളതാണ്. സ്റ്റാർസും മിൽക്കി വേസൊക്കെ ആയിട്ടുള്ളതായിരുന്നു പ്രിൻ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്കതങ്ങനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെയും ഞാനിങ്ങനെ കുറേ ഡിസൈൻസ് ഇങ്ങനെ നോക്കിയപ്പം അതിൽ സ്റ്റോക്കിൻ്റെ ഡിസൈൻസ് നോക്കിയപ്പം ഈ ഒരു കിവിനയുടെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഞാൻ കണ്ടിട്ടോ. ഈ ഒരു പാറ്റേണും എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ഫ്ലവേഴ്സ്, കളേഴ്സ് ഒക്കെ കൂടെ എനിക്ക് വളരെ അധികം ഇഷ്ടമായിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മേടിച്ചതാണ്. ആൻഡ് ഇത് ഞാൻ പിടിച്ച് നോക്കുമ്പോഴേ ഈ സംഭവം ഭയങ്കര സോഫ്റ്റ്. പക്ഷേ നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല അങ്ങനെ ഹാർഡാവും. അങ്ങനെ മര്യാദയ്ക്ക് നല്ലോണം പെട്ടെന്ന് ബെൻഡ് ചെയ്യാനും കഴിയില്ല. ഭയങ്കര കട്ടിയുണ്ട് ഇത്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റാണ്. ഉള്ളിലത്തെ മെറ്റീരിയൽ നല്ല കട്ടിയുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഫേമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ഉള്ളിലത്തെ മെറ്റീരിയൽ എന്താ നോക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇതിന് ചൂട് ഒക്കെ നല്ലോണം നിൽക്കും എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഉള്ളിലത്തെ മെറ്റീരിയൽ എന്താണെന്നുള്ളത് നോക്കാം. ഉള്ളിൽ മറ്റേ ചൂട് നല്ലോണം, ഫുഡിൻ്റെ ചൂട് നല്ലോണം ഉള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതെന്താ നല്ലോണം കൊള്ളും തോന്നുന്നു. എൻ്റെ കയ്യിലിപ്പോൾ വാട്ടർ ബോട്ടിലിന് സാധനമൊന്നുമില്ല. സോ ഇത് ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ എന്താണ് എമർജൻസി പോലുള്ള ഈ സാധനമാണ്. നമ്മുടെ ലാമ്പാണ്. ഇത് ജസ്റ്റ് ഒന്ന് വാട്ടർ ബോട്ടിലൊക്കെ കൊള്ളു കേട്ടോ. എനിക്കൊരു ഈ പ്രാവശ്യം ഒരു കുട്ടി വാട്ടർ ബോട്ടിലാണ്. ഞാനങ്ങനെ കൂടുതൽ റെയിനി സീസണൊന്നും ഞാനങ്ങനെ കൂടുതൽ വെള്ളമൊന്നും കുടിക്കാറില്ല. പക്ഷേ സമ്മർ സീസൺ ആയപ്പോൾ ഞാനൊരു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ലുലുവിന്. ഞാൻ അതേ തന്നെ വെള്ളം കുടിക്കായിരുന്നു ഫുള്ള് കേട്ടോ. ആ വാട്ടർ ബോട്ടിൽ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇവിടെ. പക്ഷേ ഉള്ളിൽ നല്ല ഹാർഡ് മെറ്റീരിയലാണ്. ഇങ്ങനെ ബെൻഡ് ചെയ്യാനും പിന്നെ അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങും. പിന്നെ ഫുഡ് ഒന്നും ലീക്കാവില്ല. പിന്നെ ബാക്കിലൊക്കെ ആണെങ്കിൽ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മസ്റ്റ് ബൈ ആയിട്ട് ഞാൻ ഏതായാലും കൊടുക്കും. പിന്നെ 10/10 തന്നെയാണ് ഇത് ഞാൻ റേറ്റ് ചെയ്യുക. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സാധനമാണ്. പിന്നെ ലഞ്ച് ബോക്സ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണ രീതിയിലുള്ളതായിരിക്കും ഇപ്പോൾ വാങ്ങിക്കുക. എനിക്ക് ഇന്ന് 31 മെയ് അല്ലേ. സോ ഇന്ന് എനിക്ക് ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് ജസ്റ്റ് പോകാനുണ്ട്. ലഞ്ച് ബോക്സും അംബ്രല്ലയും പിന്നെ ചപ്പലില്ലേ റെയിനി സീസണിൽ ഇടുന്നത്, അതും മേടിക്കാനുണ്ട് കേട്ടോ. ബ്ലാക്ക് സാൻഡൽസ് മേടിക്കാനുണ്ട്. സോ അത് മേടിക്കാനായിട്ട് നമ്മളിന്ന് പോകും. അതിൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ജൂൺ ആ ഒരു ടൈം ആവും കേട്ടോ. സോ അതിൻ്റെ വീഡിയോ ഞാൻ ഇടും. ആൻഡ് ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല സാധനമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ എന്താണ് ഒരു വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇവരിത് ഡെലിവർ ചെയ്യും കേട്ടോ. ഞാനിത് എന്താണ് കഴിഞ്ഞ വീക്ക് എന്തോ ഫ്രൈഡേയോ സാറ്റർഡേ അങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡേ ആപ്പിലേക്കും വന്നു കേട്ടോ. പിന്നെ എന്താണ് കിവീന എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്കെപ്പോഴും വെബ്സൈറ്റിൽ നിന്നാണ് എപ്പോഴും വായിൽ വരിക. അപ്പം കിവീന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. മസ്റ്റ് ബൈ ആണ്. സ്കൂള്, കോളേജ്, ഓഫീസിലൊക്കെ പോകുന്ന എല്ലാവർക്കും വളരെയധികം
യൂസ്ഫുൾ ആയിരിക്കും. ഇത് മേടിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ 6th വരെ യൂഷ്വലി ഞാനിങ്ങനെ കിറ്റിലാണ് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ റെയിനി സീസൺ ആകുമ്പോൾ ഒരു ബാഗിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും ഞങ്ങൾക്ക്. കാരണം മാത്സിനൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇത്ര ഉണ്ടാവും, നല്ല കട്ടി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ സയൻസിനും സോഷ്യൽ സയൻസിനും മാത്തമാറ്റിക്സിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാവും. പിന്നെ അല്ലാത്ത കുറച്ച് ടെക്സ്റ്റ് ബുക്സിന് അത്യാവശ്യം വെയിറ്റും ഉണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങളുടെ ബാക്ക് പാക്ക് അത്യാവശ്യം നല്ല ഓവർലോഡഡ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കിറ്റും അതും ഫ്ലാസ്കിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ ആയിരുന്നു ഞാൻ കൊണ്ടുവന്നത്. അതിനും അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ അതിൻ്റെ കൂടി കോട്ടയും. പിന്നെ ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഹില്ലിൻ്റെ മുകളിലാണ്. അപ്പം അവിടെ ഭയങ്കര കാറ്റുണ്ടാവില്ല. അപ്പം ഇതിൻ്റെ കോട്ടയൊക്കെ കൂടി ഇങ്ങനെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്ന കുട ഇങ്ങനെ കാറ്റിൻ്റെ ആ ഒരു ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അങ്ങനെ ഫുള്ള് നനഞ്ഞു. പിന്നെ ബാഗൊക്കെ നനഞ്ഞു, ബുക്കൊക്കെ നനഞ്ഞു. പിന്നെ ഫുള്ള് സീനായി. അങ്ങനെ വീട്ടിൽ എത്തി ബുക്കൊക്കെ ഉണക്കാനിട്ടു. അങ്ങനെ ഫുൾ അൺകംഫർട്ടബിൾ ആയിരുന്നേ. പിന്നെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ ലഞ്ച് ബോക്സ് കെട്ടിയിട്ടായിരുന്നു ബാഗിൽ അങ്ങനെ തന്നെ ഇട്ട് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ ഇടക്കിടക്ക് ഭയങ്കര റയറായിട്ട് ചില സമയം ഇങ്ങനെ ലീക്കാവാറുണ്ടായിരുന്നു. അപ്പം ബാഗ് ഫുള്ള് അലങ്കോലായി. അങ്ങനെ വീണ്ടും പിന്നെ അപ്പോഴത്തേക്കും റെയിനി സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും കിറ്റിലേക്ക് തന്നെ മാറി. അപ്പം ഞാൻ ഏതായാലും ഇക്കൊല്ലം ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കിറ്റ് കൊണ്ടുപോകണ്ട എന്നുള്ളത്. പക്ഷേ ഞാനങ്ങനെ പിന്നെ ഇത് ഇനിയിപ്പം എനിക്കറിയില്ലല്ലോ. ആ ഒരു ലാസ്റ്റ് ടൈമിലേക്കാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ബോധം വരുന്നത്. അപ്പം എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇത് ഓർഡർ ചെയ്താൽ എത്തുമെന്നൊന്നും നമുക്കറിയില്ല. ഏത് പേജാണെന്നുള്ളതെന്ന് എനിക്ക് വലിയ പിടുത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇത് അമ്മയോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഞാനിത് ഓർഡർ ചെയ്താൽ കിട്ടുമെന്നൊന്നും അറിയില്ലല്ലോ. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ആൻറ്റി, ഞങ്ങളൊരു ഫാമിലി ഫംഗ്ഷന് പോയപ്പോൾ എൻ്റെ ആൻറ്റി ചോദിച്ചു, നിനക്കെടാ ഇത് വേണോ, ഇങ്ങനത്തെ കിറ്റ് വേണോ, എൻ്റെ റെയിനി സീസണൊക്കെ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര കൺവീനിയൻ്റ് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എൻ്റെ ആൻറ്റി വാങ്ങിച്ചു തന്നതാണ് ഈ ഒരു കിറ്റ്. നല്ല മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും കറിൻ്റെ ബോക്സൊക്കെ ഇല്ല, അതൊക്കെ കൊള്ളും. അപ്പം എന്തായാലും വാങ്ങിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ ടാറ്റാ.